പ്രണവ് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ വന്നത്. കാരണം ഞാൻ പ്രണവിനോട് കാണിച്ച തെറ്റുകൾ അത്രയ്ക്ക് വലുതാ. കഴിഞ്ഞ കാലത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകൾ മുഴുവൻ തിരിച്ചറിഞ്ഞവളാ ഞാൻ. പക്ഷെ പ്രണവ് ആ ശിവാനിയല്ല ഇപ്പൊ പ്രണവിന്റെ മുന്നിൽ നിൽക്കുന്ന എന്നെ ഒന്നും മനസ്സിലാക്ക്. നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയത്. പ്രണവ് ഒരു അച്ഛനാവാൻ പോകുന്നു പറഞ്ഞ് പറ്റിച്ചവളാ ഞാൻ. കള്ള നാടകം കളിച്ചവളാ. അത് എത്രത്തോളം വലിയ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. ഞാൻ പ്രണവിന്റെ മുന്നിൽ യാചിക്കുന്നത് നല്ലൊരു പെണ്ണായിട്ട് ജീവിക്കാനുള്ള അവസരത്തിന് വേണ്ടി. നോക്ക്, പ്രണവ് എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞ ദിവസമായതുകൊണ്ട് ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് പോയി നമ്മുടെ പേരിൽ വഴിപാട് നടത്തി. പ്രണവ് അതൊക്കെ മറന്നു കാണും, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രണവിനെ തരാൻ ഈ ബൊക്കെ വാങ്ങി ഞാൻ വന്നത്. പ്രണവ് ഇത് സ്വീകരിക്കണം. രാവിലെ ഒരു ബൊക്കെ വാങ്ങിച്ചോണ്ട് പഴയ പുരാണം പറഞ്ഞോണ്ട് വരാനായിട്ട് നാണം തോന്നില്ലേടി നിനക്ക്? ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്കിയോ? എന്നോട് അല്പം മനസ്സലിവ് കാണിക്കണം പ്രണവൻ. ഞാൻ ഇത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് പ്രണവിന്റെ കാല് പിടിക്കുക, മാപ്പ് ചോദിക്കുക, എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ മാത്രം മതി. ഇത് വലിയ ശല്യമായല്ലോ. ശല്യായിരുന്നു, എല്ലാവർക്കും ഞാനൊരു ശല്യായിരുന്നു. ഈ നിൽക്കുന്ന സ്റ്റാഫുകളോട് പോലും ഞാൻ അപമര്യാദയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അധികാരത്തിന്റെ അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. ഞാൻ കാരണം ആരുടെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാനിപ്പോ ക്ഷമ ചോദിക്കുക. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നല്ലവളായിന്നൊന്നും പ്രണവനോട് പറയില്ല, പക്ഷെ ഒന്ന് പറയാം, ഞാൻ പഴയ ശിവാനിയല്ല. പ്രണവ് എനിക്ക് തന്ന സ്നേഹം തിരിച്ചറിയാതെ പോയൊരു പിട്ടിയാ ഞാൻ. ഇനി ക്ലൈമാക്സിലേക്ക് കയറാം.